ഹലോ നമസ്കാരം, എല്ലാവർക്കും ടുഡേ ഗോൾഡ് റേറ്റ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും സ്വർണ്ണവില വളരെ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോയും ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ മാറ്റം വരാറുണ്ട്. അങ്ങനെ വരുന്ന മാറ്റം കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിനു ശേഷം തീർച്ചയായും കമന്റ് ബോക്സ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. നീണ്ട 5 ദിവസത്തിനു ശേഷമാണ് സ്വർണ്ണ വില ഉയർന്നിരിക്കുന്നത്. രാജ്യാന്തര വില ഉയർന്നതാണ് കേരളത്തിലും സ്വർണ്ണ വില ഉയരാൻ കാരണമായത്. രാജ്യാന്തര വില വീണ്ടും ശക്തിയാർജിക്കുന്നു. ഇത് കേരളത്തിലെ സ്വർണ്ണ വിലയിലും പ്രതിഫലിക്കും. മാത്രമല്ല, ഇന്ന് ഡോളറിനെതിരെ രൂപ കൂടുതൽ കരുത്താർജിച്ചിട്ടുണ്ട്. ഇതും കേരളത്തിൽ സ്വർണ്ണ വിലയ്ക്ക് കരുത്തേകി. US-ചൈന വ്യാപാര യുദ്ധം താൽക്കാലികമായി അവസാനിക്കുന്നുണ്ട്. എന്നാൽ അതിന് ഔദ്യോഗിക സ്ഥിരീകരണമാകാത്തത് സ്വർണ്ണവില ഉയരാൻ കാരണമാവുന്നു. അതിനു പുറമെ US-ന് ഏറ്റവും വലിയ എതിരാളിയായി ഇപ്പോൾ ജപ്പാൻ മാറിയിരിക്കുന്നു. ഇത് പുതിയ പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കിയേക്കാം. അടുത്ത യുദ്ധ സാധ്യതയും സംഭവിച്ചേക്കാം. അതിനാൽ സ്വർണ്ണവില ഉയരാൻ സാധ്യതയേറെയാണ്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അവരുടെ അടിസ്ഥാന പലിശ നിരക്ക് കുറക്കുമോ അതോ ഉയർത്തുമോ എന്ന ആശങ്ക ബുധനാഴ്ചയോ അവസാനിക്കും. പലിശ നിരക്ക് കുറക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ പലിശ കുറച്ചാൽ സ്വർണത്തിന്റെ ശക്തി വർദ്ധിക്കും. ഇതോടെ സ്വർണ്ണവില പ്രതീക്ഷിച്ചതിലും ഉയർന്ന നിരക്കിലേക്ക് എത്തും. സ്വർണം ഉയരുന്നതോടെ ഡോളറും ബോണ്ടും വീഴും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. നിങ്ങൾ ഇതുവരെയുള്ള മുഴുവൻ വീഡിയോകൾക്കും നൽകിയ സപ്പോർട്ടിന് നന്ദി. ഈ വീഡിയോക്കും നല്ലൊരു ലൈക്ക് തരുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 70,200 രൂപയ്ക്കും 1 ഗ്രാം സ്വർണത്തിന് 8,775 രൂപയ്ക്കുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്.